നമ്മളിപ്പോൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കണം. നമ്മളെ വെക്കേഷനാണ് ഇപ്പോൾ. ശരി. ഗൾഫിൽ നിന്ന് വന്നോ? ദുബായ്. ഇയാളുടെ പേര് റഹീം എന്നാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാട്ടിലാണ്. പുള്ളിക്ക് ഇഷ്ടമെന്നാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ എന്താ പറയാ ഒരു ബ്ലഡില് അലിഞ്ഞിട്ടുള്ള പോലെ ഒരു ഇതാണ്. ശരി ശരി. ഓക്കെ. അതിലിങ്ങനെ ഫുള്ള് ആ ഒരു വൈബാണ് ആൾക്ക്. ഇപ്പോൾ ചേട്ടൻ്റെ തേൻ കച്ചവടമായിരിക്കണം. ചെറിയ ബോട്ടിൽ നോക്കിയില്ല, ഒരു 450 ചെറിയ കുപ്പി വാങ്ങിച്ചു. അതല്ലേ. നമസ്കാരമുണ്ട്. ലൈവല്ല, അഡിക്റ്റായിട്ട് വിട്ടുള്ളൂ. ഓക്കെ. അവിടെ എത്ര ദിവസം ഉണ്ടാവും നെല്ലിയാമ്പതിയിൽ? ഇന്ന് റെട്ടടിക്കുമല്ലേ? ശരിക്കും കൊടൈക്കനാലാണ് ഞങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. പിന്നെ അങ്ങോട്ടുള്ളൊരു ദൂരം നമുക്ക് എന്താ പറയാ, 2 ദിവസം ആൾക്ക് നാളെ ജോലി ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ മെല്ലെ നെല്ലിയാമ്പതി ആക്കിയല്ലേ. പക്ഷെ നല്ല വൈബാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നെല്ലിയാമ്പതിയിലെ കാരാപ്പാറ തൂക്കുപാലത്തിനടുത്താണ്. നമുക്ക് ആ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റോട്ടിൽ നിന്ന് കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ വഴി കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ കാരാപ്പാറ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ നമുക്ക് കാണാം തൂക്കുപാലം നിൽക്കണേ. താഴെ ഒരു ചെറിയ പുഴയുടെ മീതെ കൂടെയാണ് തൂക്കുപാലം ഉണ്ടാക്കിയിട്ടുള്ളത്. കളകളാരവും പൊഴിക്കുന്ന ചെറിയൊരു അരുവി പുഴ. അവിടെ ബോർഡുണ്ട്, കാരാപ്പാറ SC കോളനി തൂക്കുപാലം. കാരാപ്പാറ SC കോളനി തൂക്കുപാലം ശിലാസ്ഥാപനം. തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചെരിഞ്ഞ അങ്ങനെ കയറാം. ഇരുമ്പിൻ്റെ വലിയ കൺസ്ട്രക്ഷനാണ്. ഞങ്ങളിപ്പോൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കണം. ഷൺമയുടെ കയറുക. അപ്പോൾ അതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. ചെറിയ തോതിൽ സഞ്ചാരികളൊക്കെ ഉണ്ട്. സഞ്ചാരികൾ പ്രധാനമായിട്ടും നെല്ലിയാമ്പതിയുടെ മറ്റ് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് വരുന്നൊക്കെ ആൾക്കാർ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ പോവാണ്. കുലുക്കമൊന്നുമില്ല, വലിയ കൊഴുക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. കാലം കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് കേട് വന്നിട്ടുണ്ട്. മുകളിലേക്കുള്ള കെട്ടും ഈ സൈഡ് നോക്കും, കമ്പി ഇങ്ങനെ മുകളിലേക്ക് കറക്റ്റ് നിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ സൈഡിൽ അതൊക്കെ ദ്രവിച്ച് അടന്ന് കേടൊന്ന് പോയിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടക്കോ നച്ച കിട്ടും. ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഒരാൾ താഴെ ഇരിക്കണം. താഴെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു അരുവി. ഇത് കാനന ചോല. നമസ്കാരമുണ്ട്. ലൈവല്ല, അഡിക്റ്റായിട്ട് വിട്ടുള്ളൂ. നിറയെ സഞ്ചാരികളുണ്ട്. നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് പേരെ കണ്ടുള്ളൂ. ഉള്ളിൽ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വൈൽഡായ ഭാഗത്തേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ മാത്രമാണ്. നമ്മൾ തൂക്കുപാലം ഇപ്പുറത്തേക്ക് എത്തിയിരിക്കണം. ഇവിടെ എത്തിയപ്പോൾ തൂക്കുപാലം ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ പലക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൂക്കുപാലത്ത് നമ്മൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ. ഈ സൈഡിൽ കൂടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം. തൂക്കുപാലത്തിൻ്റെ ഇപ്പുറത്ത് എത്തിയിരിക്കണം. ഇവിടെ എന്തായാലും വനംവകുപ്പിൻ്റെ ഭൂമിയാണ്. കൂടുതൽ അങ്ങോട്ട് കടക്കണ്ട. അറിയിപ്പ് കേരള വനം വന്യജീവി വകുപ്പ്. ഇത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയ വനഭൂമി അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. DFO നെന്മാറ.
ഓ മരത്തിൻ്റെ മുകളിൽ കരിങ്കുരങ്ങുകളുണ്ട്. ആകാശം നല്ല ഭംഗിയിൽ നിൽക്കണം. ഇവിടെ തേൻ വെക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ പേരെന്താ? മണി അല്ലേ? എന്താ തേന് കുപ്പി വില? ഇത് 750, ഇത് 550. 750, 550 അല്ലേ? ചെറുതേൻ. ആ ഓക്കെ ഓക്കെ. ഏട്ടാ പാറയിൽ നിന്ന് എടുക്കുന്ന പാറ ചെറുതേൻ മരത്തിൻ്റെ മുകളിലുണ്ടാവുക? പോട്ട് ആ പൊത്തില് ആ മരത്തിൻ്റെ പൊത്തില്. ആ ഓക്കെ ഓക്കെ. സാമ്പിളൊക്കെ കഴിക്കട്ടെ. സാമ്പിൾ ഇപ്പൊ നമുക്കൊക്കെ തോന്നുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിങ്ങനെ വേണ്ട നമ്മളതെല്ലാം വാങ്ങണില്ല. അപ്പോൾ പിന്നെ അതെ ആയിക്കോട്ടെ. ഒന്ന് ടെസ്റ്റ് നോക്കല്ലേ? കുറച്ച് മതി. അതെ അതെ. പൊസിഷനിൽ പോകുള്ളൂ. ആ അടിപൊളി അടിപൊളി. വെള്ളം ഞങ്ങൾ കാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ എടുക്കുന്ന തേനാണിത്. അതല്ല ரொம்ப കഷ്ടം. വില കമ്മി. ഇപ്പോൾ ചേട്ടൻ്റെ തേൻ കച്ചവടമായിരിക്കണം. ചെറിയ ബോട്ടിൽ നോക്കിയില്ല, ഒരു 450 ചെറിയ കുപ്പി വാങ്ങിച്ചു. അതല്ലേ. പേരെന്താ? അബ്ദുറഹീം. എന്താ പേരെന്താ? എൻ്റെ പേര് മുസ്തഫ. ഞാൻ പുള്ളിയുടെ കൂടെ യാത്രയ്ക്ക് പുള്ളിയുടെ നമ്മൾ വിളിക്കാറുണ്ട്. ഇങ്ങനെ എവിടെ സ്ഥലം? ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറത്ത്. എവിടെ? ആ ഉണ്ട് കരിങ്കുരങ്ങളുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കുരങ്ങന്മാരെ നമ്മളെ അടുത്ത് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. ആ ഇതാകുമ്പോൾ നമ്മളെ അടുത്ത് വരില്ല അല്ലേ? സാധാരണ നമ്മളെ കണ്ട് ഓടി പോകുന്നതാണ്. നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ കാട്ടിൽ പോയിട്ട് തേൻ എടുക്കുന്നുണ്ട്? എനിക്ക് വയസ്സ് ജനിച്ചത് ഇവിടെ തന്നെ. ഒരു 10-12 വയസ്സിൽ കടയിൽ പോകും എൻ്റെ അച്ഛന് പോകാൻ. പ്രത്യേകം അതിരിക്കാൻ ഇവിടെ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. കണ്ണാടി ഇട്ടിങ്ങനെ. അപ്പോൾ നല്ല ഇളം തന്നെ ഉണ്ടായില്ലേ താണ്ട സമയം ഈ സമയം. അപ്പോൾ അത് വന്ന് 2 മണിയാകുമ്പോൾ അത് ഈച്ച ഇളകും. മലം കടന്നല്ലുണ്ടല്ലോ, മലം കടന്നല്. ഉണ്ട്. അതിൽ നിന്ന് അതിൽ തേനുണ്ടായില്ല. അത് പത്തനംതിട്ട നിങ്ങൾ കാര്യം എൻ്റെ കൂടെ അച്ഛൻ നമുക്ക് തമിഴ്നാട്ടിൽ പണ്ട് എന്താ 1 കിലോമീറ്റർ കളവാറ് ഇല്ലായിരുന്നു മേലെ. അച്ഛൻ പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ വന്നതാണ്. മറ്റേ സേലം, നമുക്ക് സേലം. அப்போ அவர் வந்ததான். இப்போ அவரை நான் போகணும். சேலத்தில் கொல்லிமலை இருக்குது தெரியுமா? கொல்லிமலையா? அது தெரியாதே. தெரியும், உங்களுக்கு தெரியுமா? தெரியும். ஒரிஜினல் கொல்லிமலை 78 വേറെ പിൻവളവാ. 72 ബെൻഡാണ്. അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ ശരിക്കുള്ള ആള് കൊല്ലിമലയാണ്. കിട്ടില്ല കേട്ടോ. അവിടെ ഈ ഏലക്കായ് കച്ചവടം, കാപ്പിക്കായ് ഇതൊക്കെ ഉണ്ടല്ലോ. കച്ചവടം പല ആളും നമ്മുടെ ആൾക്കാർ പോകും അവിടെ. ഞാനിപ്പോൾ പോയ പൊങ്കലിൽ പോയി വീട്ടിലേക്ക്. വേറെ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ പോയി. നമ്മൾ കാരാപ്പാറ എത്തിയപ്പോഴേ അവിടെ മലപ്പുറത്തുനിന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെ പുറപ്പെട്ടു. നിങ്ങൾ എപ്പോഴാണ് പുറപ്പെട്ടാണ് അവിടെ നിന്ന്? ഇന്നലെ രാത്രി വന്നു. ഇന്നലെ രാത്രി വന്നു. എവിടെ ഹാൾട്ട് ചെയ്ത്? എവിടെ? ഒരു ഗ്രീൻ വാലി. ഗ്രീൻ വാലി. ഗ്രീൻ ലാൻഡ് ആണോ? ഗ്രീൻ വാലി റിസോർട്ട്. ഗ്രീൻ വാലി റിസോർട്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഒരു ഗ്രീൻലാൻഡ് ഫാം ഹൗസ് വേറെ ഉണ്ട്. ഫാം ഹൗസ് വേറെ ഉണ്ട്. ഫാം ഹൗസ് ആണ് അത്. ഗ്രീൻ വാലി റിസോർട്ടാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇന്നലെ വന്നിട്ട് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും കാണാൻ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും? ജസ്റ്റ് ഇന്നലെ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു കിടന്നിറങ്ങി. ഓക്കെ. എവിടെ? മലപ്പുറത്ത് എവിടെ സ്ഥലം? ഞങ്ങൾ മലപ്പുറം പൊന്നാനി മണ്ഡലം വെളിയങ്കോട് പഞ്ചായത്ത്. ഓ അപ്പോൾ കൂറ്റനാടിന് അടുത്താണ്. വെളിയങ്കോട് നേർച്ച ഉണ്ട്. ഈ അടുത്ത മാസം 5 ഫെബ്രുവരി 5 അല്ലേ? ഫെബ്രുവരി 6 കൂറ്റനാട് നേർച്ചയാണ് അല്ലേ? കൂറ്റനാട് നേർച്ചയാണ്. അത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും വരും. വെളിയങ്കോട് നേർച്ചയൊക്കെ വന്നിട്ട് നിങ്ങളൊന്ന് കാണും. വെളിയങ്കോട് നേർച്ചയെ പറ്റുന്ന അഭിപ്രായങ്ങൾ അറിയിക്കും. ഈ കൂറ്റനാടിന് അധികം ദൂരം അല്ല വെളിയങ്കോട് ഉണ്ടല്ലേ? ഓക്കെ.
നമുക്ക് മാർച്ച് 12. ഇളവാതുക്കൽ കല്ലെടുത്തൂര് അല്ല കല്ലെടുത്തൂര് ഫെബ്രുവരി എസ്കേപ്പ് ആണ്. നമ്മളെ വെക്കേഷനാണ് ഇപ്പോൾ അത്. ശരി. ഗൾഫിൽ നിന്ന് വന്നോ? ദുബായ്, ഇയാളുടെ പേര് റഹീം എന്നാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാട്ടിലാണ്. പുള്ളിക്ക് ഇഷ്ടം എന്നാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിയുടെ എന്താ പറയാ, ഒരു ബ്ലഡില് അലിഞ്ഞിട്ടുള്ള പോലെ ഒരു ഇതാണ്. ശരി ശരി. ഓക്കെ. അല്ല അതിലിങ്ങനെ ഫുള്ള് ആ ഒരു വൈബാണ് ആൾക്ക്. എങ്ങനെ പൈസ എങ്ങനെ പോകണം? നാട്ടിലെ ഭയങ്കര ബിസിനസ്മാൻ ആട്ടാ. അതെ. ഒന്നും സ്വന്തമായിട്ട് ഫ്ലക്സ് മറ്റേ ലെമൺ ക്ലോത്ത് പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിന്റിങ്ങിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. കുളങ്ങര കഴിഞ്ഞില്ലേ? പിന്നെ ഇവിടെയും കഴിഞ്ഞു. ഒറ്റ വെടിക്കെട്ടുണ്ടായിരുന്നുള്ളൂ. 3 വെടിക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു കണ്ണേങ്കാവിൽ 3. അത് ഞങ്ങളടുത്ത്, ഞങ്ങളെ തൊട്ടടുത്ത് ഞങ്ങളുണ്ടായിരുന്നു അവിടെ. എല്ലായിടത്തും പോകും. കണ്ണേങ്കാവിൽ 3 വെടിക്കെട്ടുണ്ടായിരുന്നു. നമ്മളെ ബിസിനസ് തന്നെ അതാണ്, വെടിക്കെട്ടുകൾക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളെ വിളിച്ചാൽ മതിയല്ലേ നീ വെടിക്കെട്ടിന്റെ ലൈസൻസ് എടുക്കാൻ? നിലവിൽ 6 ഉണ്ട്. പിന്നെ തേന് മേടിച്ചാ? അവർ വാങ്ങി. ഒറിജിനൽ കാട്ടുതേനാണ്. ഒറിജിനൽ കാട്ടുതേനാണ്. ഒറിജിനൽ കാട്ടുതേൻ. ഏട്ടാ എങ്ങനെ ശേഖരിക്കുന്നത് തേന്? ഇത് ശേഖരിക്കാനില്ല, കാട്ടിപ്പോ എടുക്കുക. ഈച്ച പോവും. മരത്തിനുണ്ടെങ്കിൽ ഈ വളവ് കൊണ്ട് വെട്ടിയിട്ട് എടുക്കാൻ നല്ല കടിക്കും. കടിച്ചാൽ നമുക്കങ്ങനെയില്ല. ഇത് 1000 2000 ഈച്ച കടിച്ചാണ്. അങ്ങനെ ഒരു ജീവിതം ഒരു 15 വയസ്സ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. അവര് ശേഖരിച്ചാൽ നമ്മൾ കട്ടെടുക്കുക. അവര് വെച്ച് നമ്മൾ കട്ടെടുക്കാം. കറക്റ്റ് പോയിന്റ്. മനുഷ്യന്മാര് കട്ടെടുക്കും. അതിന് മരുന്നുണ്ട്. അതിന് മരുന്നുണ്ട്. പറയുന്നത് തേനില് നമ്മള് കുരുമുളകിന്റെ പൊടി കഴിക്കാണ്ടിരിക്കുന്ന മക എന്ത് മരുന്ന് അറിയുമോ? ഇത് പുക എടുക്കുക. നല്ലൊരു ഔഷധം പറയുന്നത് തേന് അല്ലേ? നല്ലതാണ്, നല്ലതാണ്, ശരീരം നല്ലതാണ്. ഓക്കെ. അവിടെ എത്ര ദിവസം ഉണ്ടാവും നെല്ലിയാമ്പതിയില്? ഇന്ന് രട്ടടിക്കുമല്ലേ? ശരിക്കും കൊടൈക്കനാലാണ് ഞങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. പിന്നെ അങ്ങോട്ടുള്ള ഒരു ദൂരം നമുക്ക് എന്താ പറയാ, 2 ദിവസം ആൾക്ക് നാളെ ജോലി ഉണ്ട്. അപ്പൊ പിന്നെ നമ്മള് നല്ല നെല്ലിയാമ്പതി ആക്കിയല്ലേ? പക്ഷെ നല്ല വൈബാണ്, നല്ല തണുപ്പാണ് ഇവിടെ. നമുക്ക് എന്തെങ്കിലും പുഴയിലൊന്ന് ഇറങ്ങി നോക്കാം. ആൾക്കാരൊക്കെ നിറയെ പുഴയിൽ ഇറങ്ങുന്നുണ്ട്. തൂക്കുപാലത്തിൻ്റെ താഴെ പുഴ, ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് മണ്ണിൽ കൊത്തി ഉണ്ടാക്കിയാണ്. നമ്മൾ പുഴയിൽ ഇറങ്ങണം. പുഴയുടെ തീരത്ത് നല്ല വള്ളിപ്പടർപ്പുകളാണ്. നല്ല ശാന്തമായ നല്ല അന്തരീക്ഷം. അപ്പോൾ ദൂരെ നമുക്ക് തൂക്കുപാലം കാണാം. അപ്പോൾ നമ്മൾ തൂക്കുപാലം തിരിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ കയറാനുള്ള റാമ്പ് പോലെയുള്ള ചെറിയ ഭാഗം നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകണം. ഈ സൈഡിൽ ചെറിയ കുലുക്കുണ്ട്, പക്ഷെ അപ്പുറത്ത് എത്തുമ്പോൾ ഒട്ടും തന്നെ കുലുക്കില്ല. അതായത് അവിടെ നിന്ന് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുലുക്കില്ല, ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് ആകുമ്പോൾ അവിടെ നല്ല കുലുക്കുക. നല്ല ഗംഭീര മരമാണ്. ഓ, മുകളിൽ KSRTC ബസ് വന്നിട്ട് കേട്ടോ. കാരാപ്പാറ ബസ്സാണ്. ഇതുവരെ കാണാം. ആ ബസ് ഇവിടെ കാരാപ്പാറ വരെ വന്ന് അവസാനിക്കുന്ന ബസ്സാണ്. അപ്പോൾ കേസ് നമ്മൾ തൂക്കുപാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഗംഭീരം ഇരുമ്പിൻ്റെ തൂണിലാണിത് ഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ
ഇരുമ്പിൻ്റെ വടം അതൊക്കെ വെച്ച് കെട്ടി മുകളിലേക്ക് ഉറപ്പിച്ചിരിക്കണം. ഇവിടെ കാപ്പിത്തോട്ടമാണ്, നല്ല കാപ്പിത്തോട്ടമുണ്ട്. വിളവെടുത്ത് കഴിഞ്ഞാണോ അറിയില്ല, അതോ ആയി വരണാണോ. കാപ്പിത്തോട്ടത്തിൽ ചെറിയ 1-2 കായൊക്കെ കാണാനുണ്ട്. ഓക്കെ ഗൈസ്, ഇത് കാരാപ്പാറ ജംഗ്ഷനാണ്. ഒരു ചെറിയ സ്റ്റേഷനറി കട, ഹോട്ടൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട KSRTC ബസ്, കാരാപ്പാറ വരെയുള്ള KSRTC ബസ് ഇവിടെ വന്ന് ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് 12:30 വരും, പിന്നെ അത് തിരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ബസ് സ്റ്റാൻഡ് ചെറിയൊരു ഏരിയയിൽ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ വെയിറ്റിംഗ് ഷെഡും ഉണ്ട്. അപ്പോൾ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നെന്മാറ, കൊല്ലങ്കോട്, പുതുനഗരം, പാലക്കാട് കാരാപ്പാറ ബസ്സാണ്. കട്ട്ചേസ് ബസ്സാണ്, അതായത് ഹിൽ ഏരിയയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിപ്പം കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ബസ്. ചൂടൊന്ന് പോട്ടെ. ഓ